ഗായ്സ്, അങ്ങനെ നീണ്ട ഇടവേളയല്ല, അത്യാവശ്യം ഇടവേളയ്ക്ക് ശേഷം ഞാൻ വ്ളോഗ് ഇടുകയാണ്. ഇന്നൊരു നമുക്കൊരു ഈവനിങ് വ്ളോഗ് ആകാം. ഇവിടെ വിൻ്ററായി, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരുട്ടാവും കേട്ടോ. ഇതുപോലൊരു ഡിപ്രസിങ് സീസൺ വേറെ ഇല്ല. സത്യം പറഞ്ഞാൽ പുറത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാവും, വിൻ്റർ സമയത്ത് നമ്മൾ ഭയങ്കര പ്രശ്നമാണ്. പെട്ടെന്ന് ഇരുട്ടാവുമ്പോഴത്തേക്കും പുറത്ത് പോയിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ വരേണ്ടി വരും. പിന്നെ അങ്ങനെ ഭയങ്കര ഒരു ഡിപ്രസിങ് ഒരു സ്റ്റേജാണ്. പക്ഷേ എന്ത് ചെയ്യാനല്ലേ, ഇനി അടുത്ത സമ്മർ വരുന്നവരെ ഇങ്ങനെ കാത്തിരിക്കുക. ഇതിപ്പോൾ 4 മണി 4:30 ഒക്കെ ആണ്. അത്യാവശ്യം വെട്ടമുണ്ട് ഈ സമയത്ത്, പക്ഷെ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇരുട്ടാവും കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് സ്റ്റേഷൻ. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ ട്രെയിൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങിനാണ്. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിന്നർ. അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇക്കാക്ക് ഇന്ന് ലീവുള്ള ദിവസമാണ്. സാധാരണ ഈ സമയത്ത് ഇക്ക ഉണ്ടാവാറില്ല, ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ പോയി സാധനങ്ങൾ മേടിക്കും മോനുമായിട്ട്. അപ്പം മോനുമായിട്ട് പോയി മേടിക്കുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമാണ് ഞാനും മോനും പോകുമ്പോൾ. കാരണം അവൻ സ്ട്രോളറിൽ ഇരിക്കില്ല, ഇങ്ങനെ ഇറങ്ങി ഓടും. അപ്പം ഞാൻ സാധനം ഒരിടത്ത് പിടിക്കുമ്പോൾ അവൻ വേറൊരിടത്ത് ഓടും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇതേ എന്തൊക്കെയോ പറക്കി തിന്നെയാണ്. ഇക്ക ഉണ്ടായിട്ട് പോലും ഇക്ക ഫോൺ പിടിക്കുന്നതുകൊണ്ട് അവൻ അതിൻ്റെ ഇടയിൽ പണിയൊപ്പിക്കുക. ഞാനിങ്ങനെ കാര്യമായി ഷോപ്പിങ്ങിനാണ്. എനിക്കുണ്ടല്ലോ ഒത്തിരി ടൈം എടുത്ത് വേണം ഓരോന്ന് ചെയ്യാൻ. ഇപ്പോൾ ഗ്രോസറി സാധനമാണെങ്കിലും നമ്മുടെ ഡ്രസ്സ് മേടിക്കാൻ പോയാലും എന്ത് ഷോപ്പിംഗ് ആയാലും ഒത്തിരി സമയം എടുക്കും. ഏതിൻ്റെയൊക്കെയാണ് ഓഫർ, ഏതാണ് ഇതിനേക്കാളും കുറച്ചും കൂടെ ഓഫർ ഉള്ളതുണ്ടോ, അങ്ങനെയൊക്കെ നോക്കി ടൈം എടുക്കും. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ സ്ട്രെസ് എടുക്കാൻ വയ്യാത്തപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ എഴുതിക്കൊണ്ട് പോകും. അത് മാത്രം വാങ്ങിച്ചിട്ട് കണ്ണടച്ച് ഇറങ്ങിക്കൊണ്ട് വരണം എന്ന് വിചാരിക്കും. പക്ഷെ മിക്കപ്പോഴും നടക്കാറില്ല. അതുകൊണ്ട് ഇക്കാരടുത്ത് പറഞ്ഞാൽ അത് മാത്രം മേടിച്ചുകൊണ്ട് വരും. മാക്സിമം അങ്ങനെ മേടിച്ചുകൊണ്ട് വരാറുള്ളൂ. അപ്പം പലപ്പോഴും ആ ഒരു മെസ്സിനെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറയാറുണ്ട് ഇക്കാരടുത്ത്. ഇവിടെ അരിക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വിലയാണ്, നമ്മളെ നാട്ടിലെ പോലെയല്ല. അടങ്ങിയിരിക്കാൻ വേണ്ടി കുറച്ച് ഡേറ്റ്സ് മേടിച്ചിട്ട് ഞാൻ അവൻ്റെ കൈ കൊടുത്തു. അത് സംഭവം ആളത് പൊട്ടിച്ച് കഴിപ്പും തുടങ്ങി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമുക്ക് ഇരുത്താനേ പറ്റൂ. എല്ലായ്പ്പോഴും വർക്കാവില്ല ഈ ഒരു ഇത്, ഇടയ്ക്ക് മാത്രം. പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ, എല്ലാം ക്രിസ്മസിൻ്റെ ഐറ്റംസാണ്. കുറേ നോക്കും ഞാൻ, ഒന്നും എടുക്കില്ല. പിന്നെ നമ്മുടെ മുന്നേയുടെ ഫുഡൊക്കെ നോക്കി ഓഫറുള്ള ഏതൊക്കെയാണെന്ന്. വലിയ ഓഫറുള്ളതൊന്നുമില്ല. അവന് ഇവിടെ നല്ല മേടിക്കാറുള്ളത്, ജസ്റ്റ് നോക്കിയേ ഉള്ളൂ. അവൻ ലൈറ്റ് വെക്കുമ്പോഴല്ലേ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള കടയിൽ കയറി നമ്മൾ. ഇവിടെ ഗ്രോസറി ഐറ്റംസ് ഒന്നുമില്ല. നമ്മുടെ ഷാംപൂ, കണ്ടീഷണർ, വീട്ടിലൊക്കെ മേടിക്കാനുള്ള സാധനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ്. അപ്പം അതൊക്കെ ഞാൻ മാക്സിമം ഇവിടെ നിന്നാണ് മേടിക്കാറുള്ളത്. എല്ലാ കടയിലും ഇപ്പോൾ ക്രിസ്മസ് ഐറ്റംസ് ആണ് വാങ്ങാൻ. ഇവിടെ ക്രിസ്മസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന സ്ഥലമാണല്ലോ യൂറോപ്പ്. സോറി, കുറേ നാളായില്ലേ ഞാൻ വ്ളോഗ് ചെയ്തിട്ട് സംസാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റേതായ നാക്കുപഴമുണ്ട്. ഇത്രയൊന്നും ഞാൻ സംസാരിക്കാറില്ല. വ്ളോഗിലൊക്കെയാണ് ഇങ്ങനെ കിടന്ന് സംസാരിക്കാറുള്ളത്. പൊതുവേ ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തും ക്ലോസ് ആയിട്ടുള്ളവരുടെ അടുത്തൊക്കെയാണ് ഞാൻ ഒത്തിരി സംസാരിക്കാറ്. അല്ലാത്തടുത്ത് ഞാനിങ്ങനെ കുറച്ച് സൈലൻ്റ് ആണ്.
ഓക്കെ, നമ്മൾ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയത്. ആ മുന്നേ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മുന്നേ നമ്മൾ വീട്ടിനകത്തോട്ടാക്കാറില്ല, പുറത്താക്കിയിട്ടാണ് പോകാറുള്ളത്. ചില സമയങ്ങളിൽ അവൻ പുറകെ വരും കേട്ടോ നമ്മൾ പോകുന്നതിൻ്റെ. പിന്നെ ഓട്ടിച്ച് വിടണം, നമ്മൾ പേടിപ്പിച്ച് വിട്ടാലേ അവൻ അങ്ങോട്ട് പോകത്തുള്ളൂ. വീട്ടിലാക്കിയിട്ട് പോയാൽ അവനെ പുറത്തിറങ്ങേണ്ട ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിനകത്താക്കാറില്ല. ഇവൻ വന്നപ്പോൾ തീരെ കുഞ്ഞതായിരുന്നു. ഞാൻ ഓർക്കുമായിരുന്നു എത്ര പെട്ടെന്ന് അവൻ വലുതായെന്ന്. അങ്ങനെ വീട്ടിലെത്തി. ഇനി നമുക്ക് ഡിന്നർ ഉണ്ടാക്കണം. ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ട് വന്ന് ഇരിക്കുന്നു നോക്ക്, പൂച്ചക്കുട്ടിയെ പോലെ ഇരിക്കുന്നു നോക്ക്, പൂച്ചക്കുട്ടീനെ പോലെ അവിടെ ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ട്. എനിക്കൊരുമ്മ അങ്ങനെയാണോ ഉമ്മ? ഉമ്മച്ചിക്ക് ഉമ്മതാ, ഒരു ഉമ്മതാ. ഗൈസ്, എനിക്കുണ്ടല്ലോ ഭയങ്കര അലർജിയാണ് ഈ സമയത്ത്. എനിക്കറിയത്തില്ല, ഇത്രയും നാളും ഇല്ലാത്തൊരു അലർജിയാണ്. കുടുംബത്തോടെ ഉള്ളതാണ്. മൂക്കൊലിപ്പും തുമ്മലും പിന്നെ കണ്ണ് ചൊറിച്ചിലും. കണ്ണ് ഭയങ്കര ചൊറിച്ചിൽ, ഭയങ്കര ഇച്ച്നെസ്സാണ്. അയ്യോ, ഒരു രക്ഷയില്ലാത്തതാണ്. എൻ്റെ ഉമ്മച്ചിയും കുഞ്ഞുമ്മയൊക്കെ ഒരുപാട് അനുഭവിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്ക് വന്നപ്പോഴാണ് അവരുടെ കഷ്ടപ്പാട് മനസ്സിലായത്. കാരണം അവർ രാവിലെ എണീക്കുന്നതേ തുമ്മലും കൊണ്ട് ചിറ്റലും കൊണ്ടാണ്. അതുപോലത്തെ അവസ്ഥയാണ് എനിക്കും. അതായത് പാരമ്പര്യമായിട്ട് എനിക്കും വന്നിട്ടുണ്ട് എന്ന അർത്ഥം. പ്രസവത്തിന് ശേഷമാണ് കേട്ടോ എനിക്ക് വരുന്നത്. അതിന് മുമ്പ് ഇല്ലായിരുന്നു ഈ സംഭവം. അപ്പോഴാണ് പുറത്ത് ചാടിയത് ഉള്ളിൽ കിടക്കുന്ന ആള്. എന്നും മുട്ടക്കറി ഇങ്ങനെ സാധാ ഉള്ളി വഴറ്റി ഈ പച്ചമുളക്, മുളക് പൊടി ഒക്കെ ഇട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. ഇതിപ്പോൾ വെറൈറ്റി ആയിട്ട് ഞാനിപ്പം ഒരു ഇൻസ്റ്റാഗ്രാമിൽ നോക്കി ഉണ്ടാക്കിയാണ് കേട്ടോ. വലിയ കുഴപ്പമില്ല. പിന്നെ ഇത് മോന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ പാസ്ത ഇല്ലേ, ഇവിടെ ചെറിയ പാസ്ത കിട്ടും, പസ്റ്റീന എന്ന് പറയും. അതും ലെന്തിൽസും കൂടെ ഒരുമിച്ച് വേവിക്കുന്നതാണ്. പിന്നെ അതിനകത്ത് ഞാൻ നെയ്യും പിന്നെ എന്തെങ്കിലും ചിക്കനോ മീനൊക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്ട്രാ കൊടുക്കും. അപ്പം നമുക്ക് ഇതാണ് ഡിന്നർ. ഇത് നമ്മുടെ റൊട്ടിയില്ലേ, അത് ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഒഴിച്ച്, അതായത് അരിപ്പൊടിയിൽ കുറച്ച് വെള്ളവും കുറച്ച് ജീരകവും ഉപ്പും പിന്നെ തേങ്ങാപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒഴിച്ചുണ്ടാക്കിയാൽ മതി. കുഴപ്പമില്ലാതെ വരും. ഇത് ഞാൻ ഇങ്ങനെ ആരും ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് ഇവിടെ വീട്ടിൽ വന്നൊരു ചേച്ചി ഉണ്ടാക്കുന്ന ഞാൻ അങ്ങനെ നോക്കി പഠിച്ചതാണ് സംഭവം. പക്ഷെ നന്നായിട്ട് വരും. മറ്റേ സാധാരണ ഉറട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ പരത്തണ്ടേ. ഇതങ്ങനെയല്ല, നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ആ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നലത്തെ ഈവനിങ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.